എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിഗമാചാര്യവാക്യേഷു ഭക്തിശ്രദ്ധേതി വിശ്രുത ചിത്തൈകാഗ്ര്യം തു സല്ലക്ഷ്യേ സമാധാനമിതി സ്മൃതം. നിഗമാചാര്യവാക്യേഷു ഭക്തിശ്രദ്ധേതി വിശ്രുത ചിത്തൈകാഗ്ര്യം തു സല്ലക്ഷ്യേ സമാധാനമിതി സ്മൃതം. ചില ടെക്സ്റ്റില് സമാധാനമിതി ശ്രുതം എന്നും കാണാം. ശ്രുതം എന്നുണ്ട് ചില ടെക്സ്റ്റില്, ചില നമ്മൾ പഠിക്കുന്ന സ്മൃതം എന്ന് വെച്ചു. അപ്പോ അഞ്ചാമത്തെ സാധനയിലേക്കാണ് ഇപ്പൊ വരുന്നത്. അതായത് ശ്രദ്ധ. ശ്രദ്ധ എന്നുള്ള ആ സാധനയെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ലൈനിൽ നിഗമാചാര്യവാക്യേഷു ഭക്തി ശ്രദ്ധേതി വിശ്രുത, അതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ലൈനിൽ ചിത്തൈകാഗ്രം തു സല്ലക്ഷ്യേ സമാധാനമിതി സ്മൃതം. അവിടെ ആറാമത്തെ സാധനയെ പറയുന്നു, സമാധാനം എന്ന സാധനം. അപ്പോൾ ആദ്യം ശ്രദ്ധയുടെ ലക്ഷണത്തെയാണ് പറയുന്നത്. ശ്രദ്ധ എന്നതിന്റെ ലക്ഷണമാണ് നിഗമാചാര്യവാക്യേഷു ഭക്തി ശ്രദ്ധേതി വിശ്രുത. നിഗമ ആചാര്യ വാക്യേഷു എന്താണത്? നിഗമം എന്ന് പറഞ്ഞാൽ വേദമാണ്. നിഗമഹ എന്ന് പറഞ്ഞാൽ വേദം, അതായത് ശാസ്ത്രം. വേദം എന്ന ശാസ്ത്രം. ആചാര്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപനിഷത്ത് ഉപദേശിക്കുന്ന ഗുരുവിനെയാണ് ഇവിടെ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉപനിഷത്തുക്കളെ നമുക്ക് ഉപദേശിച്ചു തരുന്ന ഗുരു, ഉപനിഷത്ത് ഉപദേശിക്കുന്ന ഗുരു ആചാര്യ. വാക്യേഷു എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങളിൽ. ആ വേദം എന്നുള്ള ശാസ്ത്രം, ഉപനിഷത്ത് ഉപദേശിക്കുന്ന ഗുരു, വാക്യേഷു അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ. ഭക്തി, ഇവിടുത്തെ ഭക്തി വാക്യത്തില് ആ ആചാര്യ നമുക്ക് ഉപദേശിച്ചു തരുന്ന വാക്യങ്ങളിൽ ഉള്ള നമ്മുടെ ഭക്തിയെയാണ് ഇവിടെ പറയുന്നത്. വാക്യങ്ങളിലുള്ള ഭക്തിയെയാണ് പറയുന്നത്. ശ്രദ്ധേതി വിശ്രുത എന്ന് പറഞ്ഞാൽ വിശേഷേണ കേൾവിപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധേതി വിശ്രുത, വിശേഷേണ കേൾവിപ്പെട്ടിരിക്കുന്നു. അതായത് ഭക്തി എന്നാൽ ശ്രദ്ധ, അതായത് വിശ്വാസം, ഈശ്വര വിശ്വാസം, ഈശ്വര ഭക്തി, അതിനെയാണ് ഇവിടെ പറയുന്നത്. പൊതുവെ നമ്മൾ ശ്രദ്ധ എന്ന വാക്കിന് വിശ്വാസം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധ എന്നാൽ വിശ്വാസമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആചാര്യസ്വാമികൾ ഭക്തി എന്നാണ് പറയുന്നത്. ആ ശ്രദ്ധയെ തന്നെ ഇവിടെ ഭക്തി എന്നുള്ള കാര്യത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഏതിൽ ഭക്തി? ആചാര്യവാക്യേഷു. എന്തിനെ കുറിച്ചുള്ള ആചാര്യവാക്യേഷു? നിഗമം, വേദാന്തത്തെക്കുറിച്ച്. ആചാര്യവാക്കുകൾ എന്തിനെ കുറിച്ച്? വേദാന്തത്തെക്കുറിച്ച്. നിഗമം എന്ന് പറഞ്ഞാൽ വേദാന്തം. അപ്പോ ഗുരു വേദാന്ത വാക്യേഷു വിശ്വാസഃ ശ്രദ്ധ. ഗുരു വേദാന്ത വാക്യേഷു വിശ്വാസഃ ശ്രദ്ധ. വേദത്തിന്റെ കർമ്മകാണ്ഡത്തിൽ വരുമ്പോൾ ശ്രദ്ധ എന്നാൽ ധർമ്മത്തിലും പാപപുണ്യത്തിലും ഉള്ള വിശ്വാസം എന്നാണ് പറയുക. വേദത്തെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം. ആദ്യത്തെ ഭാഗങ്ങളെല്ലാം കർമ്മകാണ്ഡം, അവസാനത്തെ ഭാഗം ജ്ഞാനകാണ്ഡം. അവിടെയാണ് ഉപനിഷത്തുക്കളൊക്കെ വരുന്നത്. കർമ്മകാണ്ഡത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വരും. അപ്പൊ ഇവിടെ പറയുന്നത് കർമ്മകാണ്ഡത്തിൽ വരുമ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവിടെ ധർമ്മം, ഇല്ലേ, സത്യം ധർമ്മം ശാന്തി എന്നൊക്കെ പറയുന്ന ആ ധർമ്മം, ധർമ്മത്തിലും ധർമ്മം ചര എന്ന് പറയുമല്ലോ, അതാണ്. അധർമ്മത്തിലും പാപപുണ്യത്തിലും ഉള്ള വിശ്വാസങ്ങളെ ആണ് അവിടത്തെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡത്തിൽ പറയുക. വേദത്തിന്റെ കർമ്മകാണ്ഡത്തിൽ
അദൃഷ്ടബലത്തിലാണ് വിശ്വാസം. ഓരോ പൂജകൾ ചെയ്യുമ്പോഴും അപ്പൊ തന്നെ അല്ല നമുക്ക് ഫലം കിട്ടുന്നത്. ഒരു ഗണപതി ഹോമം നടത്തിയാൽ അപ്പൊ തന്നെ ഫലം കിട്ടുമോ? ഇല്ല. അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിച്ചാൽ അപ്പൊ തന്നെ ഫലമാണോ? അല്ല. അത് നമ്മൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? നമുക്കൊരു ഫലം വരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതിൽ നിന്ന് ഒരു ഫലം നമുക്ക് വരും എന്ന പ്രതീക്ഷയുണ്ട്. അത് അദൃഷ്ടമാണ്. ഇപ്പോ പല വഴിപാടുകളും പറയും 20 ദിവസം കഴിക്കൂ, 21 ദിവസം കഴിക്കൂ, 7 ദിവസം കഴിക്കൂ, ഇന്ന വഴിപാട് കഴിക്കൂ, ഇന്ന പുഷ്പാഞ്ജലി കഴിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ചെയ്യും. നമ്മളതിന്റെ ഫലത്തെ പ്രതീക്ഷിക്കുന്നു. എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. ഉടനെ തന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും വരുമോ? വരില്ല. വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നു, അപ്പൊ തന്നെ ഫലമാണോ? അല്ല. നാമം ജപിക്കുന്നു, അപ്പൊ തന്നെ ഫലമാണോ? അല്ല. അപ്പോ അതെല്ലാം കർമ്മകാണ്ഡത്തിലെ കാര്യങ്ങൾക്കൊക്കെ ഫലം പിന്നീടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് അദൃഷ്ടമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അത് ജന്മജന്മാന്തരങ്ങളോളം വരും. അതാണ് എത്രയോ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പണ്ട് ചെയ്ത പുണ്യത്തിന് ഇപ്പോഴെങ്ങനെ ഫലം വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അദൃഷ്ട ഫലം എന്നതിന് പറയും. ഇപ്പൊ യാഗങ്ങള്, പൂജകള്, ഹോമങ്ങള്, അതിൻ്റെയൊക്കെ ഫലം അദൃഷ്ടഫലമായിട്ടാണ് വരിക. ജ്ഞാനകാണ്ഡത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും. ആചാര്യന്റെ വാക്കിലും ഉപനിഷത്ത് വാക്യങ്ങളിലുമാണ് നമ്മുടെ വിശ്വാസം. എവിടെ നമ്മൾ വിശ്വസിക്കുക? ഈ യാഗത്തിലോ പൂജയിലോ ഒന്നുമല്ല. വേദാന്തത്തിൽ വരുമ്പോൾ ആചാര്യ വാക്കുകളിലും ഉപനിഷത്ത് വാക്യങ്ങളിലും ആണ് വിശ്വാസം വരിക. ആചാര്യന്റെ വാക്ക് ഏതാണ്? ഈ ഉപനിഷത്ത് വാക്കുകൾ തന്നെയാണ്. അതിലാണ് നമ്മൾ വിശ്വസിക്കുക. അവിടെ അദൃഷ്ടഫലത്തിലല്ല. ആചാര്യവാക്യത്തിലും ഉപനിഷത്തുകളിലും നമ്മൾ വിശ്വസിക്കും. അപ്പോ പ്രമാണേ വിശ്വാസ ശ്രദ്ധ എന്നാണ് അവിടുത്തെ ശ്രദ്ധയെ പറയാം. പ്രമാണേ വിശ്വാസ, പ്രമാണത്തിലുള്ള വിശ്വാസം. പ്രമാണം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഓഫ് നോളജ്. നമുക്ക് ആരാണോ നോളജ് തരുന്നത് ആ ഇൻസ്ട്രുമെന്റിനെയാണ് പ്രമാണം എന്ന് പറയുക. ഇപ്പൊ കണ്ണുകൊണ്ട് കാണുമ്പോ കണ്ടാലേ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അവിടെ പ്രമാണം ഏതാണ്? കണ്ണ്, കാഴ്ച. നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ കണ്ണ് പ്രമാണം, കേട്ട് മനസ്സിലാക്കുമ്പോൾ ചെവി പ്രമാണം, ആ ശബ്ദം അതാണ് പ്രമാണം. കണ്ണാവുമ്പോ കാഴ്ച, അതാണ് പ്രമാണം. ഉപനിഷത്തിന്റെ പ്രമാണം എന്താണ്? ഉപനിഷത്ത് തന്നെ പ്രമാണം. അത് ഈശ്വരവാണിയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രമാണം. പ്രമാണത്തിൽ വിശ്വാസം, ഇൻസ്ട്രുമെന്റ് ഓഫ് നോളജ്. ശ്രദ്ധയുടെ ആവശ്യകത എന്താണ് എന്നീ പറയാണ്. ശ്രദ്ധയുടെ ആവശ്യകത. കൺമുമ്പില് ഒരു വസ്തുവിനെ കാണിച്ച്, ഒരു പൂവിനെ കാണിക്കുന്നു, എന്നിട്ട് ഇത് പൂവ് എന്ന് പറഞ്ഞ് എൻ്റെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂ കാണുന്നുണ്ട്. പിന്നെ അവിടെ വേറെ വാക്യത്തിൽ ഒരു ശ്രദ്ധയുടെ ആവശ്യമുണ്ടോ? അതായത് കൺമുമ്പില് ഒരു പൂവിനെ കാണിച്ചു, എന്നിട്ട് ആള് പറയുന്നു ഇത് പൂവാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മളവിടെ കണ്ണുകൊണ്ട് ഇതിനെ കണ്ടു. ഒരു പ്രമാണം അവിടെ നടന്നു. കണ്ണ് ഉള്ള കാഴ്ച എന്നൊരു പ്രമാണം അവിടെ നടന്നു. കണ്ണുകൊണ്ട് കണ്ടു. പിന്നെ ആ വാക്കും കൂടി അത് പ്രമാണമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്, ഇത് പൂവ് എന്നുള്ളത് വേണ്ട. അപ്പോ നമ്മൾ കണ്ടല്ലോ, പിന്നെ വേറെ ഒരു ശ്രദ്ധ വേണ്ട. അറിയുന്ന വിഷയങ്ങള് പിന്നീട് വീണ്ടും വിശ്വാസം വരേണ്ട കാര്യമില്ല. അറിയാവുന്ന വിഷയങ്ങളിൽ വീണ്ടും ഒരു വിശ്വാസം ഉണ്ടാവണോ? നമുക്ക് വേണ്ട. നമ്മൾ ഓൾറെഡി അറിഞ്ഞു, വേറൊരു വിശ്വാസം വരേണ്ടതില്ല. വിശ്വാസം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പാണ്. വിശ്വാസം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് മുമ്പുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസത്തിന് നമ്മുടെ കാര്യമില്ല. കിട്ടുന്നത് വരെയുള്ളൂ, ആ അറിവ് ലഭിക്കുന്നത് വരെയുള്ളൂ ആ വിശ്വാസം. ഇങ്ങനെ ആയിരിക്കും എന്നൊരു വിശ്വാസം. ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതാണ് ജ്ഞാനത്തിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പാണ് ആ വിശ്വാസം എന്ന് പറഞ്ഞത്. ഇപ്പോ ഗുരു ഒരു ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാളോട് പറയുന്നു, നീ ആത്മാവാണ്, ആനന്ദസ്വരൂപമാണ്, നീ എന്തിനെങ്ങനെ വിഷമിക്കണേ, നീ സച്ചിദാനന്ദ സ്വരൂപമാണ്, ആനന്ദമാണെന്നൊക്കെ ഒരു സങ്കടപ്പെടുന്ന ഒരാളോട് പറഞ്ഞാൽ, ലൗകികമായിട്ട് സങ്കടപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്ന വളരെ വിഷമം അനുഭവിക്കുന്ന ഒരാളോട് ഗുരു പറയാണ് നീ ആത്മാവാണ്, ആനന്ദ സ്വരൂപമാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാവില്ലെന്ന് മാത്രമല്ല നേരെ വിപരീതമായിട്ടുള്ളൊരു ചിന്തയേ ഉണ്ടാവുള്ളൂ. പക്ഷേ അനുഭവത്തിൽ നേരെ അത് എതിരായിരിക്കും. അത് എതിരായിരിക്കും. നേരെ കറക്റ്റായിട്ട് അങ്ങനെ ആയിരിക്കില്ല. അനുഭവത്തിൽ എതിരായിരിക്കും. ആ വാക്യം കേട്ട് തൻ്റെ അനുഭവത്തെ കറക്റ്റ് ചെയ്ത് ചിന്തനം ചെയ്ത് വിചാരം ചെയ്ത് വേദാന്ത വാക്യം, അതായത് ഗുരു തറിഞ്ഞു തന്ന വാക്യം സത്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സമയം വരെ ഈ വാക്യത്തോടൊപ്പം സഞ്ചരിക്കണം. നീ ആത്മാ,
നീ ആനന്ദസ്വരൂപമാണ് എന്ന് പ്രാരബ്ധത്തിൽ കിടന്ന് ബുദ്ധിമുട്ടി വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ എങ്ങനെയാണ്? ആ ഗുരു പറഞ്ഞു എന്ത്? നീ ആത്മാവാണ്, ആനന്ദസ്വരൂപമാണെന്ന്. ശരി, ഗുരു പറഞ്ഞതിനെ വിശ്വസിക്കുന്നു. അതൊരു വിശ്വാസം. ആ വിശ്വാസം വേദത്തിലുള്ള വിശ്വാസം, അതായത് ഉപനിഷത്തിലുള്ള വിശ്വാസം, ഗുരുവാക്യം ഉപനിഷത്ത് വാക്യം തന്നെ. അപ്പൊ ഗുരുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളെയും വിചാരം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കുറേ കാലം കഴിയുമ്പോഴേ ഞാൻ ആത്മാ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അത് വരണമെങ്കിൽ കുറേ സമയമെടുക്കും. ആ സമയം മുഴുവൻ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം? ഗുരുവാക്യത്തിൽ വിശ്വാസം വേണം. ആ വിശ്വാസത്തിനെയാണ് ഇവിടെ ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് ഉണ്ടാവുക. അത് വെറുതെ ഉണ്ടാവില്ല. ഇങ്ങനെ ഉറച്ചു നിൽക്കണം, എന്നാലേ അതുണ്ടാവുള്ളൂ. അതാണ് വേദത്തിൽ വിശ്വാസം, ഉപനിഷത്തിൽ വിശ്വാസം, ഗുരുവാക്യത്തിൽ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അത് മുന്നോട്ട് അതിന്റെ റിസൾട്ട് കാണില്ല. അത് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളെ വിചാരം ചെയ്ത് ആ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റേജിൽ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ ആ സമയം വരെ ആരോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്? നമ്മൾ ഈ വാക്യത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്, ഗുരുവാക്യത്തോടൊപ്പമാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാ സഞ്ചരിക്കുന്നത്? നമ്മളിപ്പോ ഗുരുവാക്യത്തിനോട്, ആചാര്യവാക്യത്തിനോട്, ശങ്കരാചാര്യസ്വാമിയുടെ ആ വാക്യത്തോടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപരോക്ഷ അനുഭൂതി എന്ന് പറഞ്ഞൊന്നുണ്ട്. അതിന് തടസ്സമില്ലാത്ത ആത്മജ്ഞാനമാണ് അപരോക്ഷ അനുഭൂതി എന്ന് ആദ്യമേ പറഞ്ഞു. ആ വിശ്വാസത്തിലാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വിചാരം ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഒരുപാട് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. കൂടുതൽ അതിനകത്ത് പോയി ഇതുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ നോക്കി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ ആ സമയം മുഴുവൻ ഗുരു പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റാണ്, അതിൽ സംശയമൊന്നുമില്ല, എനിക്കത് പൂർണ്ണ വിശ്വാസമാണ് എന്ന മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അത് ശരിയാണ് എന്ന് ബോധ്യം വരും. അപ്പോ ആ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ വാക്യ വിചാരം ചെയ്യുമോ? ഇല്ല. ഇപ്പൊ ഗുരു പറഞ്ഞ വാക്യത്തില് നീ ആത്മാ ആനന്ദസ്വരൂപൻ എന്ന് പറഞ്ഞതിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യില്ല. അപ്പോ ആ വിചാരം ചെയ്യണമെങ്കിൽ ഒരു പൂർവജന്മ സുഹൃതം ഉണ്ടാകണം ഉള്ളിൽ. ഇതിലൊരു വിശ്വാസം ഉറയ്ക്കണം ഗുരുവിന്റെ വാക്യത്തിൽ. അപ്പൊ ജ്ഞാനം വന്ന ശേഷം എന്തുണ്ടാവും? ആ ശ്രദ്ധ തന്നെ ജ്ഞാനമായിട്ട് മാറും. ശ്രദ്ധ വന്ന് ജ്ഞാനം വരുമ്പോ ഈ നമ്മുടെ അടുത്തുള്ള ആ വിശ്വാസം ജ്ഞാനം തന്നെയാണ് പിന്നെ. അപ്പൊ അത് ജ്ഞാനമായിട്ട് അങ്ങ് മാറും. ആ വിശ്വാസം ജ്ഞാനമായി മാറുന്നൊരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്. ആ ശ്രദ്ധ എന്ന ആ വിശ്വാസം, ആ ഭക്തി എന്ന വിശ്വാസം, അത് ജ്ഞാനമായി മാറുന്നതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണത്? കായ പഴുത്ത് അത് നല്ല പഴമാകുന്നവരെ, അല്ലേ? കായ ഉണ്ടായ ഉടനെ പഴമല്ലല്ലോ, പഴമാകുന്നു നമുക്ക് ഉറപ്പുണ്ട്, ഇല്ലേ? അത് ശരിയായിട്ട് അതിനെ പരിപാലിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെതായ സമയം എത്തുമ്പോൾ അത് പഴമാവും. അപ്പൊ കായ് തന്നെയാണ് പഴമായത്. വേറൊരു പഴം അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത്. ആ കായ തന്നെ പതുക്കെ അതിൻ്റെ സമയമായപ്പോൾ അത് പഴമായി. അതുപോലെ ഗുരുവാക്യത്തിലുള്ള വിശ്വാസം, ഉപനിഷത് വാക്യങ്ങളിലുള്ള വിശ്വാസം, വേദാന്തത്തിലുള്ള വിശ്വാസം മെല്ലെ മെല്ലെ മുന്നോട്ട് വന്ന് പാകമാകുമ്പോൾ നമ്മുടെ ജ്ഞാനമായി മാറും. ഇത് അടിവരയിട്ട് പറയാണ് ആചാര്യസ്വാമികൾ. അങ്ങനെ ആവുള്ളൂ, അങ്ങനെ ആകും. നമ്മുടെ മനസ്സിലെ ചിന്തകള്, അതായത് വൃത്തി എന്ന് പറയും, അതിനെ പുറത്തിരിക്കുന്ന വസ്തുവുമായിട്ട് അത് ചേരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം എന്ന് പറയാം. പുറത്തിരിക്കുന്ന ഒരു വസ്തുവും നമ്മുടെ മനസ്സിലെ വൃത്തിയും കൂടി ചേരുമ്പോൾ അത് ജ്ഞാനം. ചിന്തയും വസ്തുവുമായി ചേർച്ചയില്ലെങ്കിലോ അപ്പൊ എന്തു പറയും? അറിവില്ലായ്മ എന്ന് പറയും, വിവരക്കേടെന്ന് പറയും, അല്ലേ? പുറത്തിരിക്കുന്ന വസ്തു നമ്മുടെ ഉള്ളിൽ ചിന്തയും നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ വിവരക്കേട്, അല്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ മോഹം, അല്ലെങ്കിൽ ഭ്രമം എന്നൊക്കെ പറയും. അത് വേദാന്തത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കയർപാമ്പ് ഉദാഹരണം തന്നെ അതിനും പറയാം. ഇപ്പോ കയറ് പുറത്ത് ഇരുണ്ട വെളിച്ചത്തിൽ ഒരു കയറ് കിടക്കുന്നു, പെട്ടെന്ന് അതിനെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നു. കയറ് വളഞ്ഞു കിടക്കുന്നു, പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പോ കയറിലെ പാമ്പിനെ എപ്പോഴാണ് നമുക്ക് പാമ്പായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്? കയറാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത്. കയറാണെന്ന് തിരിച്ചറിയുമ്പോഴോ, അതായത് ജ്ഞാനം വരുമ്പോൾ,
ഒന്നിനെ അതായിട്ട് തന്നെ അറിയുമ്പോൾ അജ്ഞാനം മാറും, പാമ്പെന്ന അജ്ഞാനം അവിടെ നിന്ന് മാറും. അപ്പൊ അതുപോലെയാണ് മനസ്സിലെ അറിവും വാക്യത്തിലെ വിശ്വാസവും ചേർന്നാലേ ജ്ഞാനമാവുകയുള്ളൂ. മനസ്സിലെ അറിവും വാക്യത്തിലെ വിശ്വാസവും ചേർന്നാൽ ജ്ഞാനമാകും. വൃത്തിക്ക് ജ്ഞാനം എന്ന സ്റ്റാറ്റസ്, നമ്മുടെ മനസ്സിലെ ചിന്തയ്ക്ക് ജ്ഞാനം എന്ന സ്റ്റാറ്റസ് വരുന്നത് വിശ്വാസം മൂലമാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. ശ്രദ്ധ, ആ വിശ്വാസം. ഇനി അതിനെ എങ്ങനെ വളർത്തണം? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അതാണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ അതിനെ വളർത്തുക? നമ്മൾ ആ സ്റ്റെപ്പിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈശ്വര ബുദ്ധി, അതാണ് ആദ്യ ഉപായമായിട്ട് ആചാര്യസ്വാമികൾ പറയുന്നത്. ഈശ്വര ബുദ്ധി. ഉപനിഷത്ത് ഈശ്വരന്റെ അടുത്ത് നിന്ന് വന്നതാണ്, ഈശ്വരവാണിയാണ്. വേദശാസ്ത്രം ആരും എഴുതിയതല്ല എന്നുള്ള പരിപൂർണ വിശ്വാസം. ഈ പ്രപഞ്ചത്തെ ആരാണോ നടത്തുന്നത്, ഈ ഭൂമിയെ ആരാണോ ഇങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തുന്നത്, കാലാകാലങ്ങളിൽ വേണ്ട എന്താ പറയുക, മഴ, വെയിൽ, ഇങ്ങനെ എല്ലാം കാലാകാലങ്ങളിൽ വരുന്നു. എത്രയോ ഗ്രഹങ്ങൾ നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരും കൂട്ടിയിടിക്കുന്നില്ല. എല്ലാവരും അവനവൻ്റെതായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായി നമുക്കറിയാൻ പറ്റും. എത്ര കാലം നിന്ന് നമ്മുടെ സ്പാൻ വളരെ ചെറുതാണ്. നമ്മളൊരു 10, 80, 90 വയസ്സ് വരെ ജീവിക്കുക സമയം നമുക്കറിയുള്ളൂ. അങ്ങനെ എത്രയോ കാലമായിട്ട്, എത്രയോ കാലം ആയിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ലാതെ ഇവരൊക്കെ ഇങ്ങനെ കറക്റ്റ് വഴിയെ കൂടെ സൂര്യൻ വരുന്നു, പോകുന്നു, ഭൂമി ഇറങ്ങുന്നു, മറ്റ് ഗ്രഹങ്ങളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ആ ഓർഡറിലൊന്നൊരു മാറ്റം, എല്ലാം കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നൊരു ശക്തി ഉണ്ട് ഇവിടെ, അത് ഉറപ്പാണ്. ആ ശക്തിയിൽ നിന്ന് കിട്ടിയതാണ് ഈ വേദം. ആ ശക്തി പുറപ്പെടുവിച്ച ശബ്ദമാണ്. ആ ശക്തിയിൽ നിന്ന് ഉണ്ടായതാണ് ഈ വേദം. അല്ലാതെ ആരും എഴുതിയതല്ല. ഈ ഉപനിഷത്തൊന്നും ആരും എഴുതിയതല്ല. അപ്പൊ എങ്ങനെ അങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ഋഷീശ്വരന്മാര്, അതല്ലേ ഭാരതത്തിന്റെ പ്രത്യേകത. ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ഈ സത്യത്തെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവരെ ധ്യാനത്തിലിരുന്നു. ആരോ ഒരു ശക്തി ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, ശരിയാണ്. ആ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം. ആ ശക്തി നിങ്ങൾക്ക്, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണമെന്ന് ആ ശക്തി പറഞ്ഞു തരണം. ഞങ്ങൾക്കെല്ലാം വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, ദുഃഖങ്ങൾ ഉണ്ടാവുന്നല്ലോ, ലോകർക്കെല്ലാം പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ഇതിനൊക്കെ എന്താണൊരു പോംവഴി എന്ന് പറഞ്ഞ് അവര് അതികഠിനമായിട്ടുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരുടെ ഉള്ളില് ഈ വേദവാണി അവർക്ക് അവരുടെ ഉള്ളിൽ തനിയെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇത് അവരില് ഉദിച്ചത്. അങ്ങനെ ഉദിച്ചത് അവര് ഹൃദിസ്ഥമാക്കി. അവര് പിന്നെ അത് ഏറ്റു ചൊല്ലിക്കൊണ്ടിരുന്നു. അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരും, അവരത് ചൊല്ലും. പിന്നെ ശിഷ്യന്മാരായിട്ട് വരുന്നവര് അത് പലതും ഏറ്റു പഠിച്ചു. പലരും പിന്നീട് അത് എഴുതിയെടുക്കാനും തുടങ്ങി, മറന്നു പോകാതിരിക്കാനായിട്ട്. അങ്ങനെ അവരുടെ ഉള്ളിൽ തനിയെ ഈശ്വരൻ നൽകിയ വാക്കുകളാണ് വേദം. അല്ലാതെ ആരും എഴുതിയതല്ല, ഒരു മഹർഷി എഴുതിയതല്ല. വേദത്തിലൊരു ഭാഗത്തും അങ്ങനെ കാണില്ല, ഇന്ന മഹർഷി എഴുതിയ വേദം, അങ്ങനെയില്ല. ആ മഹർഷി അത് ദർശിച്ചു എന്നാണ് അതിന് വാക്കം പറയാം. ദർശനം കിട്ടി. ആ മന്ത്രത്തിന്റെ ദർശനം കിട്ടിയത് ഈ മഹർഷിക്ക്, മറ്റേ മന്ത്രത്തിന്റെ ദർശനം കിട്ടിയത് വേറൊരു മഹർഷിക്ക്. ദർശനം കിട്ടി എന്നാ പറയാം. അല്ലാണ്ട് ഈ മഹർഷി എഴുതിയതാണ് അത് എന്നൊരിക്കലും പറയില്ല മന്ത്രങ്ങളെ കുറിച്ച്, വേദങ്ങളെ കുറിച്ച്. അപ്പൊ അത് കാരണം അതെന്താണ്, ഈ ഭൂമി മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർത്തുന്ന ആ ശക്തിയിൽ നിന്നും ഉണ്ടായതുകൊണ്ട് അതിന് തെറ്റുകളില്ല. അതിനകത്ത് ഒരു തെറ്റും വരില്ല. നേരെ മറിച്ച് മനുഷ്യൻ ചെയ്തു കഴിയുമ്പോൾ അതിനകത്ത് തെറ്റുകൾ ഉണ്ടാകാം. കാരണം മനുഷ്യ സൃഷ്ടിയിൽ തന്നെ സത്വരജ തമോ ഗുണങ്ങൾ, അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ടാണ് ജന്മമുണ്ടാവുന്നത്. അപ്പോൾ സത്വരജ തമോ ഗുണങ്ങൾ സന്തുലിതാവസ്ഥയിൽ അല്ലാതിരിക്കുന്ന സമയത്ത് തെറ്റുകൾ പറ്റാം. അതുകൊണ്ടാണ് ഈശ്വരവാണിക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. വേദം 100% ശരി തന്നെ എന്ന് പറയുന്നതിന്റെ കാര്യം, അതിനകത്ത് മിസ്റ്റേക്ക് വരില്ല. അപ്പൊ അങ്ങനെ ആ വേദത്തെ വിശ്വസിക്കണം. അത് ഈശ്വര ബുദ്ധി എന്ന് പറയണം അവിടെ. ഈശ്വര ബുദ്ധി, അതാണ് ഈശ്വര ബുദ്ധി, വേദത്തിലുള്ള വിശ്വാസം. പിന്നെ സംശയബുദ്ധിയെ നീക്കണം അടുത്തത്. അപ്പൊ ഈശ്വര ബുദ്ധി ഉണ്ടാകണം, സംശയബുദ്ധിയെ നീക്കണം. എന്തിന്? വിശ്വാസം വളർത്താനാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചത്. നമ്മുടെ ബുദ്ധിയും ഇപ്പോ പോലീസുകാരുടെ ബുദ്ധി പോലെയായി നമ്മുടെയൊക്കെ ബുദ്ധി. എങ്ങനെയാണ്? പോലീസ് അവരുടെ തൊഴിൽ ചെയ്യുമ്പോൾ എല്ലാവരും സംശയദൃഷ്ടിയോടെ നോക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോയാലും, നമ്മുടെ വീട്ടിലാണ് ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പോയി, അപ്പോഴും പോലീസുകാരൻ്റെ ബുദ്ധി എങ്ങനെ പോവും?
നമ്മൾ ശരിയാണോ, നമ്മൾ കറക്റ്റാണോ, നമ്മളാണോ ഇതിൻ്റെ ആള്? ആദ്യമേ ആ ഒരു സംശയ ദൃഷ്ടിയോടെയാണ് അവരെല്ലാം അങ്ങനെ നോക്കുള്ളൂ. അങ്ങനെ നോക്കിയാലേ അവരുടെ പ്രൊഫഷൻ വിജയിക്കുകയുള്ളൂ. അവരങ്ങനെ നോക്കുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ഇവിടെ ആ വഴിക്ക് പോയ വേദം ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാര്യങ്ങൾ ശരിയാവില്ല. ഇത് വ്യത്യാസമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക, കെയറായിരിക്കുക എന്നുള്ളത് വേറെ കാര്യം. മറ്റേ സംശയദൃഷ്ടിയോടെ ഇതിനെ കണ്ടുകൊണ്ടിരുന്നാൽ ഒരു കാലത്തും ജ്ഞാനം കിട്ടില്ല, ജ്ഞാനം വളരില്ല. അപ്പൊ സംശയാത്മാ വിനശ്യതി എന്നാണ് കേട്ടിരിക്കുന്നത്. അത് ഏതിലാണ്? അത് വേദത്തിന്റെ കാര്യത്തിലാണ്. വേദത്തെ പരമപ്രമാണമായി എടുത്ത് പൂർണ്ണവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോയാലേ ഈ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. സംശയത്തോടെ പോയാൽ അതൊരിക്കലും സക്സസ് ആവില്ല. ഉപനിഷത്ത് നമ്മെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഉപനിഷത്തിനൊന്നും നേടാനില്ല. ഉണ്ടോ? നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഈ വേദാന്തത്തിന് എന്തെങ്കിലും നേടാനുണ്ടോ? നമ്മളൊരു ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാ നമ്മളത് വിശ്വസിച്ചിട്ടേ മുന്നോട്ട് പോകാവുള്ളൂ. ഇത് പറ്റിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ അവർക്ക് എന്തിനത് പറ്റിച്ചിട്ട് എന്ത് കണക്കാൻ? ഈ എത്രയോ കാലം മുമ്പ് ശരീരം ഉപേക്ഷിച്ച ഋഷിവര്യന്മാർക്കൊക്കെ നമ്മളെ പറ്റിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. ആരെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ്? നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ തപസ് ചെയ്തത്. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല ആ ഋഷിമാരെല്ലാം തപസ് ചെയ്തത്. ഇപ്പോഴും ഹിമാലയത്തില് ആയിരക്കണക്കിന് ഋഷിമാരുണ്ട് ലോക നന്മയ്ക്ക് മാത്രമായി തപസ് ചെയ്യുന്നവര്. എത്രയോ പേരുണ്ട് ഇപ്പോഴും, ധാരാളം ഉണ്ട് ആൾക്കാരുണ്ട്. നമുക്ക് കണ്ണതിന് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ കുംഭമേളയൊക്കെ നടന്നപ്പോ കാണാം, അവിടെ വന്ന സന്യാസിമാര്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സന്യാസിമാര്. ഇവരൊക്കെ എവിടേക്ക് പോയി? ഇപ്പൊ അവരാരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അവരിയ്ക്കുന്ന സ്ഥലം വല്ലതും അറിയാൻ പറ്റുമോ? ഒന്നും അറിയാൻ പറ്റത്തില്ല. എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് പോകുന്നു എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അത്രയും അധികം സ്ഥലങ്ങളില്, ഹിമാലയ സാനുക്കളില് ഋഷിവര്യന്മാരുണ്ടിപ്പോഴും. നമ്മൾ കണ്ട് നേരെ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഈ കുംഭമേളയിൽ വന്ന സന്യാസിമാരൊക്കെ എവിടെ പോയി നമ്മൾ ചിന്തിച്ചോ? ചിന്തിച്ചിട്ടില്ല. എത്ര സന്യാസിമാരും ഒന്നും അവിടെ എല്ലാം അവരെല്ലാം എവിടെ പോയി? അവരൊക്കെ ഇപ്പൊ പോയാൽ കാണാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. എവിടേക്കാ പോണേന്ന് പോലും അറിയാൻ പറ്റില്ല. അത്രമാത്രം രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരിരുന്ന് ലോക നന്മയ്ക്ക് വേണ്ടി അവർ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് അതിലും കഠിനമായ തപസ് ചെയ്തപ്പോഴാണ് അവർക്ക് ഈശ്വരനിൽ നിന്ന് ഈ വേദം കിട്ടിയത്. അവരിലൂടെ പിന്നീട് നമുക്കത് ലഭിക്കാൻ ഭാഗ്യമുണ്ടായി. അപ്പോ നമ്മളിൽ മറ്റുള്ളവർക്ക് വിശ്വാസം വരിയുന്നത്, നമ്മളിൽ ഒരാൾക്കൊരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഒരു വലിയ ക്വാളിറ്റിയാണത്. അത്ര എളുപ്പമല്ല. വിശ്വാസം ഉണ്ടാകുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ്. കാരണം അത് തുടർന്ന് കൊണ്ടുപോകുന്നത് വളരെ പക്വമതിയായിട്ടുള്ള ആൾക്കാരാണ്. ഒരു വിശ്വാസത്തിന് ഒരു ഉപദേശം കിട്ടി, ആ ഉപദേശത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്വമതികളായ ആൾക്കാരാണ്. സംശയാലുക്കളല്ല, പക്വമതികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെൽത്ത്, ഏറ്റവും വലിയ ധനം, ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം ഇതാണ്. ഏറ്റവും വലിയ വെൽത്ത് ഇതാണ്. ശ്രദ്ധ എങ്ങനെയാ വരിക? ഈ ജന്മത്തിൽ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? അതിന് പുണ്യകർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോ കഴിഞ്ഞ ജന്മങ്ങളിലെ പുണ്യങ്ങളുടെ ഫലം നമുക്ക് ശ്രദ്ധ ഈ ജന്മത്തിൽ ഉണ്ടാകാൻ ഒരു വലിയ അനുഗ്രഹമായിട്ട് വരും. പൂർവജന്മ കർമ്മഫലം. പിന്നെ ഈ ജന്മത്തിൽ ധർമ്മപരമായിട്ട് മാത്രം ജീവിച്ചാൽ ആ ധർമ്മം നമുക്ക് പുണ്യമായി മാറി ആ പുണ്യത്തിലൂടെ നമ്മുടെ ഈ ജന്മം തീരുന്നതിന് മുന്നേ ശ്രദ്ധയ്ക്കുള്ളൊരു വഴിയുണ്ടാവും. അപ്പൊ നമ്മുടെ കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളൊക്കെ ഇപ്പോഴല്ലേ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് ഈ ശ്രദ്ധ വന്നിരിക്കുന്നത്, ഇല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഒരു വഴിക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 60 വയസ്സിന് മേലെ, എല്ലാം സീനിയർമാരാണ്, എല്ലാം 60 വയസ്സിന് മേലെയൊക്കെ വന്നിട്ട് ഇപ്പോ നമുക്കൊരു പൂർണ്ണ വിശ്വാസം ഇപ്പൊ വന്നിട്ടുണ്ട് ഇതില്, വേദത്തിലും വേദാന്തത്തിലും ഒക്കെ. ആ പൂർണ്ണ വിശ്വാസം വന്നിരിക്കുന്നത് നമ്മുടെ പൂർവജന്മത്തിന്റെ ഫലം ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയത് കൊണ്ടാണ്. നേരത്തെ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ, പാപകർമ്മങ്ങളുടെ ഫലമൊക്കെ അനുഭവിച്ചു. ഇപ്പൊ ഒരു വിധം സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഈ സ്വസ്ഥമായിട്ട് ഇപ്പൊ ഇരിക്കുന്നത് പുണ്യഫലങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല നമ്മൾ എല്ലാവരും തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്തവരായിരിക്കും ഈ ജന്മത്തിലും. ഇനി എവിടെയെങ്കിലും വല്ല തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രായശ്ചിത്തവും ചെയ്തവരായിരിക്കും.
പ്രായശ്ചിത്ത പുറത്ത് കാണിക്കുന്ന പ്രായശ്ചിത്തമല്ല, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് അതിനെക്കുറിച്ച് നമ്മൾ വിഷമിച്ച് കാണും, തെറ്റുപറ്റി എന്ന് ഈശ്വരനോട് പറഞ്ഞു കാണും. ഇതൊക്കെ സംഭവിച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയും നമ്മുടെ ഒരു ശ്രദ്ധ നമുക്ക് കിട്ടുവാനുള്ള അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ധർമ്മകർമ്മങ്ങൾ ഇനിയും ചെയ്യുക. ഇനിയും ധാരാളം ധർമ്മകർമ്മങ്ങൾ ചെയ്താൽ ഈ വേദത്തിലും വേദവാണിയിലുള്ള വിശ്വാസം, ഉപനിഷത്തിലുള്ള വിശ്വാസം കൂടിക്കൂടി വരും. ആ വിശ്വാസം കൂടിക്കഴിയുമ്പോൾ അപരോക്ഷാനുഭൂതി എന്ന ആത്മജ്ഞാനത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ആചാര്യസ്വാമി പറയുന്നു. അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുക. ശ്രദ്ധ വളരണമെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. പൂർവജന്മമായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് പോകരുതല്ലോ കയ്യിൽ നിന്ന്, അത് വളർത്തണ്ടേ. അപ്പോ സത്കർമ്മങ്ങൾ ചെയ്യണം. ഈ ജന്മത്തിൽ ഇനി എപ്പോഴാണോ നമുക്കിത് ആചാര്യസ്വാമി ഉപദേശം തരുന്നത്, ആ നിമിഷം മുതൽ എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നാളെ മുതൽ സത്കർമ്മങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. ഇനി അടുത്ത സാധന, സമാധാനം എന്ന സാധനയെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. കുറച്ച് പറയുന്നുള്ളൂ. ചിത്ത ഐകാഗ്ര്യം തു സല്ലക്ഷ്യ. ചിത്ത ഐകാഗ്ര്യം തു സല്ലക്ഷ്യ. ഇവിടെ സത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ഇവിടെ സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. സല്ലക്ഷ്യം ബ്രഹ്മത്തിനെ അറിയൽ, ബ്രഹ്മത്തെ പ്രാപിക്കൽ, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം, പരിപൂർണ സംതൃപ്തി, മോക്ഷം എന്നൊക്കെ പറയാം. എല്ലാം അത് തന്നെയാണ്. അതെങ്ങനെ കിട്ടും? ചിത്ത ഐകാഗ്ര്യം തു സല്ലക്ഷ്യ. ചിത്ത ഐകാഗ്ര്യം, മന ഏകാഗ്രത. അവിടെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക്. മന ഏകാഗ്രത, കോൺസെൻട്രേഷൻ. നമ്മൾ പറയേ കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയും. എത്ര സമയം എന്നാണ് പിന്നെ ചിന്തിക്കേണ്ടത്. എത്ര സമയമുണ്ട് ആ കോൺസെൻട്രേഷൻ കിട്ടുന്നത്? വളരെ പരിമിതമായ സമയമാണ്. അപ്പോഴേക്കും ചിന്തകൾ കയറി, വൃത്തികൾ കയറി മനസ്സിനെ കീഴടക്കി നമ്മളെ മാറ്റിക്കളയും. അപ്പോ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സ് ശുദ്ധമാകാനാണ് സൽക്കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ സാധനങ്ങൾ, വിവേകം, വൈരാഗ്യം ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് വേണം? മനസ്സിന്റെ ഏകാഗ്രത പൂർണ്ണമായിട്ട് കിട്ടണം. മനസ്സ് ചഞ്ചലപ്പെടാൻ പാടില്ല. ചിത്ത ഏകാഗ്ര്യം, മനസ്സ് ചഞ്ചലപ്പെടാൻ പാടില്ല. ബ്രഹ്മപ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ തന്നെ മനസ്സിനെ നിർത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും ലക്ഷ്യം എന്തായിരിക്കണം? ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മപ്രാപ്തി, ഈശ്വരനുമായിട്ട് ചേരണം എന്നുള്ള ആ പ്രപഞ്ചശക്തിയുമായിട്ട് ഞാൻ ഒന്നിക്കണം എന്നുള്ള ചിന്തയായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കണ്ടേ. ഇതിനെയാണ് സമാധാനം എന്ന് പറയുക. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന സമാധാനമല്ല. നമുക്ക് സാധാരണ സമാധാനം എന്താ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു സമാധാനം എന്ന് പറയും. അടുത്ത നിമിഷം അത് വരും, പിന്നെയും വരും. അതല്ല ഇവിടത്തെ സമാധാനം. ഇവിടത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഈശ്വരനിൽ മാത്രം നിർത്തി ആ ലക്ഷ്യത്തില്, ഞാനും ഈശ്വരനും തമ്മിൽ ആ ഞാൻ ആത്മാ, ഞാൻ പരമാനന്ദം, ഞാൻ സച്ചിത് ആനന്ദമാണ് എന്നുള്ള അതിലേക്ക് മാത്രം മനസ്സിനെ ഫസ്റ്റ് കൊടുക്കേണ്ടത് അവിടെയായിരിക്കണം മനസ്സിന്. അപ്പോ ലക്ഷ്യത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തൽ ആണ് സമാധാനം. നമ്മൾ വിചാരിക്കുന്ന സമാധാനമല്ല. ലക്ഷ്യത്തില് മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നതാണ് സമാധാനം. ആ ലക്ഷ്യത്തിൽ നിന്ന് മനസ്സ് മാറുമ്പോൾ എന്തായി? സമാധാനം പോയി. അത് സാധാരണ ലൗകിക കാര്യങ്ങളിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. എങ്ങനെയാണ് ലൗകിക കാര്യങ്ങളിലെ ശ്രദ്ധ? നമുക്കൊരു കാര്യം കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു നല്ലൊരു വണ്ടി, ഒരു കാറ് മേടിക്കണം എന്ന് വിചാരിച്ച് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ആ സമാധാനത്തോടു കൂടി അതിനു വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് സാമ്പത്തിക സമ്പത്ത് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ സമാധാനം പോയി എന്ന് പറയും. ഒരു സമാധാനമില്ല, ഞാൻ അതിനു വേണ്ടി നല്ല സമാധാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ പ്രശ്നം വന്ന് ഇപ്പൊ എല്ലാം പോയി, മൊത്തം സമാധാനമേ ഇല്ലാണ്ടായി എന്ന് പറയും. ആ രീതിയിലല്ല ഇവിടെ. ഇവിടെ പറയുന്നത് ലൗകികമായിട്ടുള്ള സമാധാനത്തെ കുറിച്ചല്ല. ഇവിടെ പറയുന്നത് ആ ലക്ഷ്യത്തിൽ, എന്താണ് ലക്ഷ്യം? ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ മോക്ഷം, പരിപൂർണ സംതൃപ്തി, അതിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തലാണ് സമാധാനം. അപ്പോ ബ്രഹ്മപ്രാപ്തി ലക്ഷ്യമായി വയ്ക്കുക.
അതാണ് സമാധാനം. ബ്രഹ്മപ്രാപ്തി ലക്ഷ്യമാക്കി വെക്കുക. അപ്പൊ ഈ സമാധാനം ഇപ്പൊ കാര്യം മനസ്സിലായി. ഇനി ഇതെങ്ങനെ നേടാം എന്നാണ്. അതിനാണ് ധ്യാനം എന്നത് മുഖ്യ സാധനം. ഒത്തിരി പേർക്കറിയാം ധ്യാനം. ഇതിനാണോ നമ്മളിപ്പോ ധ്യാനം ഉപയോഗിക്കുന്നത്? ഒരു 90% ഇതിനല്ല ഉപയോഗിക്കുന്നത്. ഇതാണ് ധ്യാനം. ഇതിനായിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്തിനായിട്ട്? സാക്ഷാൽ ആ ആത്മജ്ഞാനം ഉണ്ടാകാനായിട്ടായിരിക്കണം ധ്യാനം ഉപയോഗിക്കേണ്ടത്. ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന തിരിച്ചറിവുണ്ടാകാനായിരിക്കണം ധ്യാനം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ലൗകിക വസ്തുക്കൾ നേടാനായിട്ടാൽ ആയിരിക്കരുത് ധ്യാനം. പലരും പറയാറുണ്ട്, ഞാൻ ഇന്ന് ധ്യാനത്തിലിരുന്നപ്പോൾ എനിക്ക് കറക്റ്റ് ഇതിനുള്ള മറുപടി കിട്ടി. ഏതിന്? ലൗകിക കാര്യങ്ങളാ. ഒരുപാട് പ്രശ്നങ്ങളായിട്ടാ ഇരുന്നേ ധ്യാനത്തിനെ. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇരുന്നു ധ്യാനത്തിന്. ഇരുന്ന് കഴിഞ്ഞിട്ട് പറയും, ഞാൻ ധ്യാനത്തിലിരുന്നപ്പോൾ എനിക്ക് ഇതിനുള്ള മറുപടി കിട്ടി. അതൊക്കെ വളരെ സിമ്പിൾ കാര്യമല്ലേ? അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യമൊന്നും. അതല്ലോ ധ്യാനം. അതിനുള്ളതാണോ? അതിനുള്ളതല്ല. അത് അതിന്റെ വഴിക്ക് വന്നോളും. അതിന് ധ്യാനമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് കർമ്മഫലം കർമ്മത്തിനനുസരിച്ച് വരും. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തത് അതിന്റെ കർമ്മഫലം ഇപ്പൊ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. അതിന് ധ്യാനത്തിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ധ്യാനം അതിനുള്ളതല്ല. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ധ്യാനത്തെക്കുറിച്ച്. ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് നമുക്ക്. നമ്മളിപ്പോ സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന ധ്യാനം എന്ന് പറഞ്ഞാൽ അവര് ലൗകികമായിട്ടുള്ള ഒരു ലക്ഷ്യം നേടാനായിട്ട്, ലൗകികമായിട്ടുള്ള ലക്ഷ്യം നേടാനായിട്ടുള്ള ഒരു കോൺസെൻട്രേഷനാണ് അവർക്ക് കിട്ടുന്നത്. അത്രേ അവർക്ക് കിട്ടുന്നുള്ളൂ. ലൗകിക ലക്ഷ്യം നേടാൻ കോൺസെൻട്രേഷൻ വേണമല്ലോ. വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ലൗകിക ലക്ഷ്യം നേടാൻ നല്ല കോൺസെൻട്രേഷൻ വേണം. ആ നല്ല കോൺസെൻട്രേഷൻ അവർ ധ്യാനത്തിലൂടെ ഇരുന്ന് ധ്യാനത്തിൽ കൂടി അത് സംഘടിപ്പിക്കുന്നു. തെറ്റല്ല, നല്ലത് തന്നെ. പക്ഷേ ഇവിടെ പറയുന്നത് അതല്ല. അപരോക്ഷ അനുഭൂതി കേൾക്കുന്ന ഒരാള്, അപരോക്ഷ അനുഭൂതി പഠിക്കുന്ന ഒരാള്, തത്വബോധം പഠിച്ച ഒരാള്, വിവേക ചൂടാമണി പഠിച്ച ഒരാള്, ഉപനിഷത്തുകൾ പഠിക്കുന്ന ഒരാള് ധ്യാനത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? പൂർണ്ണ സംതൃപ്തി, മോക്ഷം, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം, ബ്രഹ്മ സാക്ഷാത്കാരം. അതായിരിക്കണം ലക്ഷ്യം. നമ്മളൊക്കെ ഇനി ധ്യാനത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ലക്ഷ്യം ഇതായിരിക്കണം, വേറൊന്നും ആകരുത്. ഈ ലക്ഷ്യമാണ് മന ഏകാഗ്രതയെ അവിടെ കൊണ്ടുവരിക. മന ഏകാഗ്രത ഇല്ലെങ്കിൽ ലക്ഷ്യം നടക്കത്തില്ല. അപ്പോ നമ്മൾ സാധാരണ ധ്യാനത്തിൽ മുഖ്യ സാധനയായിട്ട് എടുക്കും ധ്യാനത്തെ. അവിടെയെല്ലാം ലക്ഷ്യം വേറെയാണ്. ജപവും കൂടെ ഉണ്ടാവും. ധ്യാനത്തിൽ ജപിച്ചുകൊണ്ട് ധ്യാനിക്കുന്നവരുണ്ട്. ഇനി അല്ലാതെ ജപം മാത്രമായിട്ട് പോവാറുണ്ട്. ജപം ധ്യാനത്തിന് സഹായകമാണ്. ജപം ധ്യാനത്തെ സഹായിക്കും. ഓം എന്ന് പറഞ്ഞുകൊണ്ട് ജപിക്കുന്നവരുണ്ട്. നമഃശിവായ പറഞ്ഞുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്നവരുണ്ട്. ഓം നമോ നാരായണായ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ജപം സഹായിക്കും. പക്ഷേ ജപത്തിലും നമ്മളൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നുണ്ട്. ലൗകികമായിരിക്കും. 99% ലൗകികമായിരിക്കും ആ ലക്ഷ്യം. എന്നിട്ട് മനസ്സിനൊരു ഓർഡർ കൊടുക്കും. ജപത്തില് ഒരു ലക്ഷ്യം, ഞാൻ ഇനി ജപിക്കാൻ പോവാ, എൻ്റെ ഇന്ന കാര്യം നടക്കണം, ഞാനിതാ 1008 പ്രാവശ്യം ഗായത്രി ജപിക്കാൻ പോകുന്നു. എന്തിനാണ്? എൻ്റെ ഇന്ന പ്രശ്നം മാറാൻ, അല്ലെങ്കിൽ ഇന്ന പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ഞാനിത് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ആർക്ക് ഓർഡർ കൊടുത്തു? മനസ്സിനൊരു ഓർഡർ കൊടുത്തു. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അതേ ലക്ഷ്യത്തിലിരിക്കൂ എന്ന് നമ്മൾ മനസ്സിനോട് പറഞ്ഞു. ശരിയല്ലേ? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളോടൊരു ജ്യോത്സ്യം പറഞ്ഞു, കുറച്ച് ജപിക്കണം, അല്ലെങ്കിൽ അമ്പലത്തിൽ തിരുമേനി പറഞ്ഞു, ദിവസവും ഒരു 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കൂ കേട്ടോ, എല്ലാം നേരെയാവും. അപ്പൊ നേരാകാത്ത പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. അപ്പോ ആ പ്രശ്നം, ഒരു മകളുടെ വിവാഹം നടക്കണം. എന്ത് ചെയ്തു? രാവിലെ ഇരുന്നു, ധ്യാനത്തിലിരുന്നു, എല്ലാം പീഠമൊക്കെ ഇരുന്ന് കറക്റ്റായിട്ട് ഇരുന്നിട്ട് ആ പറഞ്ഞു തന്ന മന്ത്രം ജപിക്കാൻ തുടങ്ങി. മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ ആർക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത്? മനസ്സിന് ഓർഡർ കൊടുത്തു. ദേ, ഞാൻ ഇരിക്കുന്നു, ജപിക്കുന്നു, ഇന്ന മന്ത്രമാണ് ജപിക്കുന്നത്, ഇന്ന കാര്യമാണ് നടക്കേണ്ടത്, ഞാനിതാ അത് ചെയ്യുന്നു, അതിന്റെ ഫലം എനിക്ക് വേണമല്ലോ മനസ്സേ, ഞാനിതാ ചെയ്യുന്നു 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 ചെയ്യുന്നു, ഇന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഇതിന്റെ ഫലം എനിക്ക് വരണം. ഇങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷ്യത്തിൽ ഇരിക്കൂ 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 എന്ന് മനസ്സിനോട് പറയും. വേറെ എങ്ങും പോകരുത്, നമ്മൾ ഇതിനിരിക്കുകയാണ്, വേറെ എങ്ങും പോകരുതേ മനസ്സേ എന്ന് പറഞ്ഞ് മനസ്സിന് ഓർഡർ കൊടുത്തു. ആരംഭത്തിൽ ഒരു സമാധാനവും കിട്ടും, ഇല്ലേ? തുടങ്ങുമ്പോൾ ഒരു വേറെ കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും കയറി വരില്ല പതുക്കെ. പിന്നെ ആ കോൺസെൻട്രേഷൻ അതിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും കുറച്ച് സമയം. പെട്ടെന്ന് അവിടെ നിന്ന് ചാടി പോകാൻ തുടങ്ങും.
അത് മനസ്സിന്റെ ഒരു പ്രകൃതമാണല്ലോ. അടുത്തത് ആ മനനത്തില് ഉള്ള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ലൗകിക കാര്യം അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ നോക്കി അത് ലൗകിക കാര്യത്തിന്റെ ഫലസിദ്ധി ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഫലസിദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെ ഭസ്മീകരിക്കത്തക്കവണ്ണമുള്ള മന്ത്രശക്തി അവിടെ ഉണ്ടാവും. ആ മന്ത്രം ജപിക്കാൻ പറയുന്നത് മന്ത്രത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ്. ആ ശക്തി കൊണ്ട് എന്ത് സംഭവിക്കും? ആ ശക്തി കൊണ്ട് നമ്മുടെ കുറെ, എന്നുവെച്ചാൽ പലതരമുണ്ട്, പാപകർമ്മങ്ങളിൽ പലതുണ്ട്. ഒരിക്കലും നമ്മളെ വിട്ടു പോകാത്ത പാപകർമ്മ ഫലങ്ങളുണ്ട്, അത് അനുഭവിച്ചേ പറ്റൂ. അതേസമയം വേറൊരെണ്ണുണ്ട്, കുറച്ച് പശ്ചാത്താപം കൊണ്ടും മന്ത്രശക്തി കൊണ്ടും ലൈറ്റായി പോകുന്നവയുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ചിലപ്പോ ഉടനെ കാര്യങ്ങൾ നടക്കും, ചിലപ്പോൾ കുറച്ച് താമസിച്ച് നടക്കും, ചിലപ്പോൾ എന്തൊക്കെ ചെയ്താലും ആ കാര്യം നടക്കില്ല. അപ്പൊ ഇത് അങ്ങനെ തരംതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്രയൊക്കെ ജപിച്ചിട്ടും ഫലമുണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ പാപത്തിന്റെ ശക്തി അത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം, അല്ലാതെ മന്ത്രത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോ അങ്ങനെയാണ് ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധയും അന്തിമ ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വരും, മനനം. മനനം ചെയ്ത് നോക്കണം. ഈ വിശ്വാസം കിട്ടി, എല്ലാം കിട്ടി, ഓരോ കാര്യത്തെയും മനനം ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ നിധിധ്യാസനത്തിൽ ആഴ്ന്ന് ചിന്തിക്കുമ്പോൾ വേറെ എല്ലാം വിട്ട് അതിൽ തന്നെ ശ്രദ്ധയാവും കൂടുതൽ. ഇപ്പോൾ നമ്മൾ പലരും ഇത് ചെയ്യുന്നുണ്ടാവും. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ പഠിച്ചതുമായിട്ടും എല്ലാമായിട്ട് നമ്മൾ ഇങ്ങനെ മനനം ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ മനനമാണ് നമ്മൾക്ക് അറിയുന്നില്ല. അത് തന്നെയാണ് മനനം. നമ്മൾ പഠിച്ചതും നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പലതും നമ്മളിതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്നുകൂടെ ശക്തമായിട്ട് കണക്ട് ചെയ്യണം. എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടായി, എന്തുകൊണ്ടാണ്? ഇതും നമ്മൾ പഠിച്ച ഉപനിഷത്തും തമ്മിൽ എന്ത് ബന്ധം? എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ശരീരം ക്ഷയിക്കുന്നു, ചെവി കേൾക്കാണ്ടാവുന്നു, അല്ലെങ്കിൽ പല്ല് പോകുന്നു, പല കാര്യങ്ങളുണ്ട്. ഈ അപ്പോ ഓർമ്മ വരണം, ഇത് സ്ഥൂല ശരീരം, ഇത് പോകും, ഇത് കേടാവും, നിത്യമല്ല. അത് കഴിഞ്ഞ് മനസ്സിൽ ഒരുപാട് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കണം, മനസ്സ്, ഞാനല്ലേ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ, എൻ്റെ കയ്യിലല്ലേ മനസ്സിരിക്കുന്നത്, ഞാൻ എന്തിനു വിഷമിക്കണം? മനസ്സിൽ എന്തിനാണ് വിഷമം? വെറുതെ ഉണ്ടാവുന്ന ഒരു സംഭവം, ഈ പുക വന്നു പോകുന്ന പോലുള്ളൊരു കാര്യമല്ലേ ഉള്ളൂ അവിടെ. ആക്ച്വലി എന്താണ്? ഒരു നിമിഷം ആ വിഷമം എന്ന് പറഞ്ഞൊരു സംഭവം മനസ്സിൽ ഇങ്ങനെ വരുന്നു, പിന്നെ വിഷമം പോകുന്നു, അവിടെ ഒരു സന്തോഷം വരുന്നു, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഇതിങ്ങനെ ഒരു ഒരു വൃത്തി നടന്നുകൊണ്ടിരിക്കുക. അതിനെ മനസ്സിലാക്കണം. എന്നിട്ട് വിചാരിക്കണം, ഈ സൂക്ഷ്മ ശരീരത്തിൽപ്പെട്ടതല്ലേ ഇത്, അതും പോണമല്ലോ. എനിക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടണമെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലൊന്നും ബാക്കി വരരുത്. അപ്പൊ അവിടെ ബാക്കി വരാവുന്ന ആരാണ്? മനസ്സാണ് ബാക്കി വരാവുന്ന ഒരാള്. മനസ്സിലാരുണ്ടാവും? ആഗ്രഹങ്ങള്, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്ഥൂല ശരീരം വിട്ടു കഴിഞ്ഞാലും സൂക്ഷ്മ ശരീരത്തിലിരിക്കും. അതെനിക്ക് റീബർത്തിന് കാരണമാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സില്ലാണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സില്ലാണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റും. മനസ്സിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റും. ഒന്നും ഇല്ലാണ്ടാക്കിയ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ റീബർത്തിന് കാരണമുണ്ടോ? ഇല്ല. അത് ഏറ്റവും രസകരമായൊരു ഭാഗമാണത്. മനസ്സിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, മനസ്സിൽ ഒന്നും ഇല്ലാണ്ടാക്കാൻ പറ്റും. ഒന്നും ആഗ്രഹമില്ല, ഇല്ലേ? ചെയ്യാലോ. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ഇനി ഒന്നും കാണേണ്ടതായിട്ടില്ല, എൻ്റെ ചെവി കൊണ്ട് എനിക്ക് ഇനി ഒന്നും കേട്ട് സംതൃപ്തി വരേണ്ടതായിട്ടില്ല, എൻ്റെ മൂക്ക് കൊണ്ട് ഇനി ഒരു ഗന്ധവും, എനിക്ക് ഇന്ന ഗന്ധം കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന ഗന്ധം എന്നെ അലോസരപ്പെടുത്തുന്നു, ഒന്നുമില്ല. ഏതാണെങ്കിലും എനിക്കെല്ലാം ഒരുപോലെ, എനിക്ക് ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. നാക്ക് കൊണ്ട് ഇനി എനിക്ക് ആ ഭക്ഷണം കിട്ടിയില്ല, ഈ ഭക്ഷണം കിട്ടിയില്ല, ആ പായസം കിട്ടിയില്ല, ഈ പായസം കിട്ടിയില്ല, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും എനിക്കില്ല. എന്ത് കിട്ടി അതൊക്കെ, എന്ത് കിട്ടിയില്ല ഒരു കുഴപ്പമില്ലെങ്കിൽ സങ്കടമില്ല. ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാത്തിലും നമുക്കൊരു അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരെണ്ണം കാണുമ്പോഴേ ദേഷ്യപ്പെടുന്നതല്ല വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കത് വേണമെന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടാക്കിയാൽ മതി, അത്രേ ഉള്ളൂ വൈരാഗ്യം. കിട്ടിയോ, ഞാൻ കഴിച്ചു, അതിന് വൈരാഗ്യത്തിനുമായിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് ഒരു സംഭവം കിട്ടി, അതിനെ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കിട്ടി കഴിച്ചാലും കുഴപ്പമില്ല. പിന്നീട് ഇനിയും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായാൽ അവിടെ വൈരാഗ്യം പോയി. അപ്പോ ഇവിടെ ശരീരം കിട്ടി, ജീവിക്കണം, കർമ്മങ്ങളെല്ലാം ചെയ്യണം, എല്ലാ കർമ്മവും ഒടുങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അതിനെ മുഴുവൻ ഈ രീതിയിൽ കണ്ടുകൊണ്ടാണെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വിജയിക്കാൻ പറ്റില്ല. ഈ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് മനനം ചെയ്ത് ഓരോ കാര്യങ്ങളും വരുമ്പോൾ മനനം ചെയ്യുക. പഠിച്ചതുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം.
ഇപ്പോൾ ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഏജൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്ക് ഇതിനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രായമുള്ളവരെ കാണാം. നമ്മളും ആ പ്രായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഞാൻ അങ്ങനെ ആകരുത്. എൻ്റെ മനസ്സിനോട് ഇപ്പൊ തന്നെ ഓർഡർ കൊടുക്കണം. എനിക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ ഇതാ ആ കാണുന്ന ആളെ പോലെ ആകരുത്. എനിക്ക് ആ ഭക്ഷണം വേണം, ആ ഭക്ഷണം വേണം എന്നൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ആകരുത്. വരുന്നവരോടും പോരുന്നവരോടൊക്കെ വർത്തമാനം പറയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ആകരുത്. മറ്റുള്ളവരെ ചുമ്മാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ആകരുത്. ഇങ്ങനെ നമ്മുടെ മനസ്സിന് വേണ്ട ഓർഡറുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പോരാ, സ്ഥിരമായിട്ട് വേണം. ഞാൻ എന്തിനു വിഷമിക്കുന്നു? ഞാൻ വിഷമിക്കേണ്ട ആളല്ലല്ലോ, എൻ്റെ മനസ്സല്ലേ വിഷമിക്കുന്നത്. മനസ്സിന് വിഷമം കൊണ്ടിരുന്നാൽ എനിക്ക് റീബർത്ത് വരുമല്ലോ. ഞാൻ വിഷമിക്കേണ്ടതാ കാര്യമല്ലല്ലോ. ഇന്ന ആള് പോയി അയാൾ വന്നു പോയി, ഓക്കെ. ഇന്ന ആള് മരിക്കാൻ കിടക്കുന്നു, ഓക്കെ, അയാൾ സമയമാകുമ്പോൾ പോവും. ഞാനും മരിക്കും ഒരു സമയം. എൻ്റെ ഈ ശരീരവും പോവും. എൻ്റെ ഈ സ്ഥൂല ശരീരം പോകുന്ന 100% ഉറപ്പ്. മറ്റേത് മുഴുവൻ ഉറപ്പില്ല. വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റില്ല. സ്ഥൂല ശരീരത്തെ ഇവരെ ആൾക്കാർ ദഹിപ്പിച്ച് കളഞ്ഞോളൂ. മരിച്ചു കഴിഞ്ഞ് ആള് മരിച്ചു എന്ന് മനസ്സിലായാൽ ഏറ്റവും പെട്ടെന്ന് ഇതിനെ ദഹിപ്പിക്കും. അത് മോർച്ചറിൽ പോയി ഇരിക്കാതെ ദഹിപ്പിച്ച് കിട്ടാൻ ഒരു ഭാഗ്യവും കൂടെ വേണം. അതും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ഈ ശരീരം പൊക്കോട്ടെ അതിനെ വെച്ചപ്പോ അത് പിന്നെന്താ അവിടെ പ്രശ്നം? മറ്റേതിന് വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സ്ഥൂല ശരീരത്തെ നശിപ്പിക്കുന്നതിന്, അതിനെ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുന്നതിന് അഗ്നി കൂടെയോ ജലസമാധിയോ അഗ്നി സമാധിയോ എങ്ങനെ വേണമെങ്കിൽ അത്, പിന്നെ മണ്ണിനകത്ത് കുഴിച്ചിട്ടുള്ള അങ്ങനെ സമാധിയോ ഭൂമിയിലുള്ള സമാധിയോ എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, അതങ്ങ് പൊക്കോളും. അത് ആൾക്കാർ ചെയ്തോളും. നമ്മൾ അതിനെക്കുറിച്ച് ബോധറിയേ വേണ്ട. നമ്മളൊന്നും അറിയണ്ട, അത് പൊക്കോളും. ഒരു സംശയമില്ല. ഇനി ഒന്നും അല്ലെങ്കിലും ചുമ്മാ അവിടെ കിടന്നെങ്കിലും മണ്ണിൽ ലയിച്ചു പൊക്കോളും. പക്ഷേ സൂക്ഷ്മ ശരീരം അങ്ങനെയല്ല. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ കാണാം, കർമ്മങ്ങൾ ചെയ്യുന്ന കാണാം, ബലി കൊടുക്കുന്ന കാണാം. അത് സൂക്ഷ്മ ശരീരത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെയ്യാവുന്നത് പരമാവധി എന്താണ്? അവിടെ ചെയ്യാവുന്നത് ആ സൂക്ഷ്മ ശരീരത്തിന് വേണ്ട ആഹാരം കൊടുക്കൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ കുറെ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്യും സൂക്ഷ്മ ശരീരത്തിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അത് അടുത്തൊരു ശരീരം കിട്ടുന്നിടം വരെ അതിന് യാത്ര ചെയ്ത് അതിന് വേണ്ടതായ രീതിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്യും. അത് നമുക്ക് ഈ മരിച്ചുപോയവരോടുള്ള നമ്മുടെ ബഹുമാന സൂചകമായിട്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മോക്ഷം കിട്ടുമല്ലോ. മരിച്ചുപോയവർക്ക് വേണ്ടി ഇവിടെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ കിട്ടില്ല. അത് അവനവൻ തന്നെ പ്രവർത്തിച്ചാലേ ആ ജ്ഞാനം ഉണ്ടാവുക. ജ്ഞാനം വരുമ്പോ അവിടെ ആ മനസ്സെന്താവും? ഒരു ആഗ്രഹവുമില്ല. അതാണ് പരിപൂർണ സംതൃപ്തിയാണ് മോക്ഷം എന്ന് പറഞ്ഞതിന്റെ കാര്യം. അപ്പോ ഇവിടെ ഇന്ന് പറഞ്ഞത് മനസ്സിനെ ഏകാഗ്രമാക്കണം എന്ന് പറഞ്ഞു. അതാണ് സമാധാനം എന്നു. ഏത് പ്രവൃത്തിയും സമാധാനം, ഏത് പ്രവൃത്തിയിലും സമാധാനം. അതായത് ഏത് പ്രവൃത്തിയിലും ആ ശ്രദ്ധ കറക്റ്റായിട്ടുണ്ടായിരിക്കണം. അവിടെ ഇപ്പോ സമാധി ഷട്ക സമ്പത്തി എന്ന് പറയുന്നത് ഇതിനോടുകൂടി തീരും. ശമദമാദി എന്ന് പറഞ്ഞ 6 കാര്യങ്ങളിൽ അവസാനത്തേതായ സമാധാനവും, ഇപ്പോൾ ഉപരതിയൊക്കെ നമ്മൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അവസാനം സമാധാനവും കൂടെ ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നു. ഈ ശ്ലോകത്തോടു കൂടി ആ ശമാധി ഷട്ക സമ്പത്തി എന്നുള്ള ഭാഗം അവിടെ തീരുന്നു. ഇനി അടുത്ത ദിവസം 4 എണ്ണത്തിലാണ്. 3-മത്തെയാണ് ശമാധി ഷട്ക സമ്പത്തി, 4-മത്തത് മുമുക്ഷുത്വം. അപ്പൊ ആദ്യം വൈരാഗ്യം പറഞ്ഞു, പിന്നെ വിവേകം പറഞ്ഞു, പിന്നെ ശമാധി ഷട്ക സമ്പത്തി പറഞ്ഞു. ഇനി 4-മത് മുമുക്ഷുത്വം വരും. അപ്പൊ ശമാധി ഷട്ക സമ്പത്തിയിൽ 6 എണ്ണം ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പൊ തീർന്നു. ഇനി മുമുക്ഷത്വത്തെയാണ് അടുത്ത ദിവസം ആചാര്യസ്വാമികൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരിക. ഭഗവാൻ ഈ ആചാര്യസ്വാമി പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കാനും, ഇന്ന് പറഞ്ഞ പോലെ ഓരോ പ്രവൃത്തിയിലും അന്തിമ ലക്ഷ്യം ആയിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിന് ഈശ്വരൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത് സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. താങ്ക് യു സർ. സായിരാം സായിരാം സർ. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം. സായിരാം.